അങ്ങനെ നമ്മൾ കാത്തിരുന്ന സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രമേ വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇനി വരാൻ പോകുന്ന എക്സാംസും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഒരു +2 ലെവൽ ബേസ്ഡ് എക്സാം ആയിട്ട് പോലും നല്ല ഡിഗ്രി ലെവൽ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സ്പെഷ്യൽ ടോപ്പിക്ക്, ആ 4 സ്ഥലങ്ങളിൽ നിന്ന് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മാത്രമേ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കൊന്നും പഠിക്കാതെ പോയവർക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതിൽ എത്രത്തോളം കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം ആ ഉദ്യോഗാർത്ഥി ഫിസിക്കലിന് ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി 24-25 ക്വസ്റ്റ്യൻസോളം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അവിടെ ടൈം കൺസ്യൂമിങ് ആവും. ഓക്കെ, പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞാനിവിടെ ആൻസർ കീ ഒന്നും പറയുന്നില്ല. ഈ ഒരു എക്സാമിൻ്റെ ഓവറോൾ അതൊക്കെ ആരൊക്കെ ഇനി ഇതിൻ്റെ ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം, ആർക്കൊക്കെ ഇത് കുറച്ചുകൂടി ഒന്ന് പ്രതീക്ഷ വെക്കാമെന്നൊക്കെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഒബ്വിയസ്ലി കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ഭയങ്കര കൂടുതൽ എന്നല്ല, വേക്കൻസീസ് വളരെ കുറവാണ്. നമുക്കറിയാം സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് ഈ സിവിൽ പോലീസ് ഓഫീസറും അതേപോലെ തന്നെ ഫയർമാൻ പോലെയൊന്നും ഒരു 400-500 ആളെയൊന്നും എടുക്കത്തില്ല. വളരെ ലിമിറ്റായിട്ടുള്ള പേഴ്സൺസിനെ മാത്രമേ എടുക്കുള്ളൂ. 20, 25, 30 താഴെയുള്ള വേക്കൻസീസൊക്കെ മാത്രം നമുക്ക് ഓരോ ജില്ലയിലും പ്രതീക്ഷിച്ചാൽ മതി. സോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഒരു 16-17 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു 16 മാർക്കൊക്കെ സ്കോർ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, ആവറേജ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഒരു 15 മാർക്കിന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. സ്പെഷ്യൽ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാതെ ഒത്തിരി പേര് പോയിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി പേര് പോയിട്ടുണ്ട്. അത് അവർക്ക് മാർക്ക് കുറയാനുള്ള സാധ്യതയേ ഉള്ളൂ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇംഗ്ലീഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ നമുക്കൊരു 4 മാർക്ക് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് കൂടുതൽ സ്കോർ ചെയ്തവരുണ്ട്. എന്നാലും ക്വസ്റ്റ്യൻ വാസ് സംവാട്ട് ഡിഫിക്കൽട്ട്. ഇംഗ്ലീഷിൻ്റെ കേസിൽ പറയുകയാണ്, നമ്മൾ ഇപ്പം നോക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ആ സമയത്ത് എക്സാം ഹോൾഡറിൽ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ഒരുപാട് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവാം. അതേപോലെ തന്നെ മലയാളം വാസ് ഈസി. ഒരു 5 മാർക്ക് വരെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റും മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഓക്കെ, ആവറേജ് ഉദ്യോഗാർത്ഥിയുടെ കാര്യമാണ്. അതേപോലെ തന്നെ മാത്സിലും അതേപോലെ നമുക്ക് ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 5 മാർക്ക് സ്കോർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് മാത്സിൽ ഉണ്ടായിരുന്നത്. ഇനി സയൻസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് സയൻസ് പോർഷൻ എന്ന് ചോദിച്ചത്. ആർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. ഓക്കെ, പിന്നെ GK കാര്യം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഫുട്ബോൾ, അതേപോലെ തന്നെ ഈ എല്ലാ രീതിയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കിങ്, ലോജിസ്റ്റിക് ഇൻഡെക്സിൽ എത്ര ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യം അതൊന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല. ആൻഡ് ഒബ്വിയസ്ലി GKയിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് 20 മുതൽ 20 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ GKയിൽ നിന്ന് വാസ് ഡിഫിക്കൽട്ട്, നല്ല കടുപ്പായിരുന്നു ആവറേജ് ഉദ്യോഗാർത്ഥി. 25-30 വാങ്ങിച്ചവരുണ്ടാവാം. ദേ ആർ എക്സ്ട്രാ ഓർഡിനറി. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒരു 48 മുതൽ 50 വരെ നല്ലതുപോലെ പഠിച്ചു പോയ ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. 47 മാർക്ക്, ഒരു 50 മാർക്കിൻ്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇത്. ഓക്കെ, അതെങ്ങനെയാണ്? സ്പെഷ്യൽ ടോപ്പിക്കും ഇംഗ്ലീഷും മലയാളം മാത്സും നല്ല രീതിയിൽ നോക്കിയിട്ടുള്ള ഒരാളാണെങ്കിലും മാത്രം, ഇല്ലെങ്കിൽ ഇതൊന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, GK വാസ് വെരി ഡിഫിക്കൽട്ട്. ആ GKയിൽ കിട്ടേണ്ട മാർക്ക് കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടണം. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് കിട്ടണം. സോ കട്ട് ഓഫ് എത്രയാണെന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പം പറയാൻ പറ്റില്ല. PSCയുടെ കാര്യമാണ്. ഇറ്റ് മേ ബി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കാം. എന്തായാലും കുറയാൻ സാധ്യതയില്ല.
എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ വേക്കൻസീസ് 20 താഴെ 25 താഴെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. മാക്സിമം ഏറ്റവും കൂടുതൽ വേക്കൻസീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ്സ് നടക്കാനുള്ള ജില്ലകളിൽ പോലും ഒരു 30 വേക്കൻസീസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50ൻ്റെ അടുത്തൊക്കെ തന്നെയായിരിക്കും കട്ട് ഓഫ് വരാൻ പോകുന്നത്. ഓക്കെ, അത്ര പേരെ PSCക്ക് വേണ്ടുള്ളൂ. വെറുതെ ഇനി PSC ഒരുപാട് പേരുടെ ലിസ്റ്റൊന്നും ഇടാൻ പോകുന്നില്ല. നമുക്കറിയാം CPOയുടെ സ്ട്രൈക്കൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി വരാൻ പോകുന്ന ലിസ്റ്റും പരീക്ഷയ്ക്കും എല്ലാം ബാധിക്കും. ഓക്കെ, സോ 50 മാർക്കിൻ്റെ അടുത്ത് 50 മാർക്കിന് മേലൊക്കെ വാങ്ങിച്ചവർ യു ആർ ഗോയിങ് ടു ബി ഇൻക്ലൂഡിങ് ഇൻ ദ ലിസ്റ്റിൽ. നിങ്ങളാണ് ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 50 മാർക്കിൻ്റെ മേലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിൻ്റെ ഫിസിക്കൽ ടെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ CPO എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇനി ഇതിൽ മാർക്ക് കുറഞ്ഞവരോടാണ് ഞാൻ പറയാനുള്ളത്. അതായത് ഒരു 40 മാർക്ക് 35 മാർക്കൊക്കെ കിട്ടിയ ഒത്തിരി പേരുണ്ടാവും. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് 30നും 40നും ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നല്ല മാർക്ക് തന്നെയാണ് ഈ ഒരു എക്സാമിന്. ഒരു 35-40 മാർക്ക് ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്കാണ്. പക്ഷേ ഇവിടെ വേക്കൻസീസ് ഇല്ല. അപ്പോൾ 40 മാർക്കൊക്കെ കിട്ടിയവർ നിങ്ങൾ CPOക്ക് വേണ്ടി സിവിൽ പോലീസ് ഓഫീസർ ഇനി വരാൻ പോകുന്നുണ്ടല്ലോ അല്ലേ, അടുത്ത എക്സാം ഒരു 2 മാസം കഴിഞ്ഞാൽ അല്ലേ 3ാമത്തെ മാസം CPO എക്സാം വരാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതിനും കട്ട് ഓഫ് കൂടാൻ തന്നെയാണ് സാഹചര്യം. എന്താ പറയുക, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ കമൻറ്റ് എന്താണ്, നിങ്ങളുടെ എക്സാം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക്സ്.